ട്രാഫിക്കരായി നീ അവിടെ നീ പറയാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ ഓഫ് യു അഗൈൻ EP വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മുടെ ഉപ്പും മുളകിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്ന നമ്മുടെ സ്വന്തം റാഫിക്കയുടെ കല്യാണത്തിനൊക്കെ നമ്മൾ പോയതാണ്. ഉപ്പുമുളകും കഴിഞ്ഞാൽ പിന്നെ ചക്കപ്പയത്തിൻ്റെ ലൊക്കേഷനിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ആ ഒരു വീഡിയോയിലേക്ക് നമുക്കിത് അപ്പോവാം ഗൈസ്. അപ്പോൾ ഇതാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോ ഇതിലൂടെയാണ് പോകുന്നത്. വാട്ടർ മെട്രോനെ കുറിച്ച് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇത് അറിയുന്നത്. അവിടെ ആ ഒരു നെയ്മറിൻ്റെ ഫ്ലെക്സ് കണ്ട് അവിടെയാണ് ബോട്ടിൽ കയറുന്ന സ്ഥലം എന്ന് പറഞ്ഞു. കാക്കനാട് വൈറ്റില ബോട്ട് മെട്രോ വാട്ടർ മെട്രോ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ ചക്കപ്പയൻ 2ൻ്റെ ലൊക്കേഷനിലേക്കാണ്. നമ്മുടെ ഈ പള്ളിൻ്റെ അടുത്തായിട്ടാണ് ഈ വാട്ടർ മെട്രോ ഉള്ളത്. നമ്മൾ ചക്കപ്പയൻ 2ൻ്റെ ലൊക്കേഷൻ കൂടി എരിയൂരാണ് കേട്ടോ. ഈ വാട്ടർ മെട്രോനെ കുറിച്ച് അറിയാത്ത ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് വേറൊരു ബ്ലോഗ് ചെയ്യാം. നമ്മളിപ്പോൾ തൽക്കാലം ചക്കപ്പയത്തിൻ്റെ ലൊക്കേഷനിലേക്ക് എരൂര് വഴി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേമസ് ആവാൻ തീരെ താല്പര്യമില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടാണ് നമ്മൾ ഒപ്പമുള്ള ആളെ ഫേസ് നമ്മൾ കാണിക്കാത്തത്. ആ മൂഞ്ചി കണ്ടാലേ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കൊക്കെ അറിയാം. പക്ഷേ മൂപ്പർക്ക് അതിപ്പോൾ നമുക്ക് കാണിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. നമ്മൾ നിർബന്ധിപ്പിച്ച് കാണിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളെന്തായാലും നമ്മളെ കാര്യം നടക്കണില്ലേ, ഒപ്പോടെ പോയി വെക്കാം. നമ്മുടെ കൊച്ചി മെട്രോ ആലുവയിൽ നിന്ന് തുടങ്ങി തൃപ്പൂണിത്തറയാണ് അവസാനിക്കുന്നത്. പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഇതാ ഇവിടെ തന്നെ SN ജംഗ്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെട്രോ കിട്ടുന്നുള്ളത്. അപ്പോൾ ഭാഗ്യമുണ്ട്. അപ്പോൾ ഈ SN ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. SN ജംഗ്ഷൻ വഴിയാണ് നമ്മളിപ്പോൾ ചക്കപ്പയത്തിൻ്റെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് SN ജംഗ്ഷൻ. SN ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിതാ ചക്കപ്പയത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പാറമട വീടിൻ്റെ ചരിത്രം അറിഞ്ഞ് ഇനി ചക്കപ്പയം വീടിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളിതാ മന്ദം കാൽ വെച്ചല്ല ഗിയർ മാറ്റി നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുത്തിങ്ങനെ പോവാണ്. ഇപ്പോൾ ഇതാ നമ്മൾ SN ജംഗ്ഷന് സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. ആ സിഗ്നലിന് റൈറ്റ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട്. ഓഹോ കണ്ടില്ലേ, നമ്മളെത്തി സിഗ്നലിൽ വച്ചെത്തി. പക്ഷെ നമുക്ക് റൈറ്റൊക്കെ പോകാനുള്ള ഗ്യാപ്പ് ഇവിടെ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യമാണ് ഡൗട്ട്. ഇതെന്താണ് റൈറ്റ് എടുക്കാനുള്ള സമയം കിട്ടി. ചക്കപ്പയൻ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ആരെ കിട്ടില്ലാണെങ്കിലും നമ്മൾ റാഫിക്കാനെ കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു കേരള സർക്കാർ പുരാവസ്തു മ്യൂസിയം ഹിൽ പാലസ്. നമ്മുടെ കൊച്ചി രാജാവ് താമസിച്ചുകൊണ്ടിരുന്ന കൊട്ടാരമാണ്. ഇപ്പോൾ അത് പുരാവസ്തു മ്യൂസിയം ആക്കിയിട്ട് മാറ്റിക്കാണ്. ഇതിനുള്ളിൽ നമുക്കിപ്പോൾ തൽക്കാലം പോകാനുള്ള നിവൃത്തിയില്ല. വേറൊന്നുമുണ്ടല്ല, കാരണം നമ്മളിപ്പോൾ ചക്കപ്പയത്തിൻ്റെ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ടെന്ന് ഇൻഫോം ചെയ്തുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യല്ല, കുറച്ച് നേരം വൈകിയാണ് നമ്മളെ കണ്ടന്റ് പോകും. അവർ ഷൂട്ടിങ് നിർത്തി പോകും, നമ്മളെ വെയിറ്റ് ചെയ്യാൻ പോലാരാ. ഈ വഴിയിലൂടെയാണ് മൂന്നാംപ്ര എന്ന് പറഞ്ഞ സിനിമയിലെ നമ്മുടെ ലാലേട്ടന് ഒരു ഗുഹയിലൂടെ കയറി പോകുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഈ വഴിയിലൂടെയാണ്. നമ്മൾ ഏകദേശം തിരുവാങ്കുളം എത്തി. തിരുവാങ്കുളമാണ് ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ. ആനക്കുട്ടൻ എവിടെ? ഗജവീരൻ ചോറ്റാനിക്കര തിരുവാങ്കുളം റൂട്ടിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. മുമ്പൊരിക്കൽ നമ്മൾ റാഫിക്കാനെ കാണാൻ വേണ്ടി വന്ന ആ ഒരു ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ വ്ലോഗിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ആ ബന്ധങ്ങളൊന്നും നമ്മൾ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ വീണ്ടുമുള്ള ഈ യാത്രകൾ. ഒന്നും നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ല. വന്ന വഴികളിലൂടെ, സഞ്ചരിച്ച പാതകളിലൂടെ വീണ്ടും ഒരു എത്തി നോക്കാം. അപ്പം നമ്മളിതാ ഏകദേശം ഇതെത്തി തോപ്പിൽ കാട്ടത്ത് റോഡ്. നമ്മൾ മുമ്പ് വന്നിരുന്ന സ്ഥലം
ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ലോഗോ പ്രകാശനം നടത്തിയ ആ ഒരു പ്ലേസാണിത്. നമ്മുടെ EP വ്ളോഗ്സിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസ്. ലോഗോ പ്രകാശനം MHD ഡിസൈൻ ചെയ്ത നമ്മുടെ ലോഗോ പ്രകാശനത്തിൻ്റെ ആ ഒരു പ്ലേസ് ഞങ്ങളെല്ലാവരും കൂടി വന്ന് കണ്ടതാക്കി. യെസ്, ഇതാണ് നമ്മളെ വീട്. നമ്മളെ പരിവാരങ്ങളുടെ വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ സർവീസ് സ്റ്റേഷനാണ്. ട്രാഫിക്കരായി നീ അവിടെ അവന്മാരെന്ന് പറഞ്ഞില്ല സുഡീനൊക്കെ സുഡിയൊക്കെ ഗൈസ് നമ്മുടെ റാഫിഖാൻ്റെ കൂടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ചക്കപ്പയത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വാവ്, നമ്മളിങ്ങനെ ഇതിൽ കാണുന്ന പ്ലേസ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ശരിക്കും നേരിട്ട് കാണുന്ന TV-യിലൂടെ നമ്മൾ കാണുന്നത്. ചക്കപ്പയം വീട് നമ്മുടെ കുട്ടികളും സ്മേഷും എല്ലാവരും കൂടി കളിച്ച് നടക്കുന്ന ഉത്തമണ്ണനും ആശ ചേച്ചി, പൈങ്കിളി, അളിയൻ എല്ലാവരും കൂടി ആർത്തുലസിക്കുന്ന ആ ഒരു മനോഹരമായ ആ ഒരു കാഴ്ചകൾ, ആ ഒരു പ്ലേസുകൾ, അതൊക്കെയാണ് നമ്മൾ ടെലിവിഷനിൽ അത്രമേൽ ആസ്വദിച്ച് കണ്ടിരുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. നമ്മൾ ഓടിക്കതച്ച് അങ്ങനെ ഇങ്ങോട്ടെത്തി. പക്ഷേ ഇവിടെ നമ്മൾ റാഫിഖാനെ കാണാൻ പറ്റി. ബാക്കി ഫുള്ള് ഷൂട്ടിങ്ങിൻ്റെ തിരക്കാണ്. എപ്പിസോഡ് കുറവായതുകൊണ്ട് ഷൂട്ടിങ് തകൃതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കാർക്കും പുറത്ത് വരാനുള്ള സമയമില്ല. അവർ പുറത്ത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. പക്ഷേ ജസ്റ്റ് ഒന്ന് കാണാനും എല്ലാവരോടും ആഫ്റ്റർ എ ലോങ് ടൈം ഒന്ന് പരിചയം പുതുക്കാൻ വേണ്ടി സാധിച്ച്. ഇത് നമുക്കിനി ഇടയ്ക്ക് ഒന്ന് വരാനുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പാലം നമ്മളിവിടെ തുറന്നിട്ടാണ് നമ്മളിവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഗൈസ്, ചക്കപ്പഴത്തിൻ്റെ ലൊക്കേഷൻ കാണിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അതിവേഗം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്താൻ ആരും മറക്കില്ല എന്ന പ്രതീക്ഷയോട് കൂടി അടുത്ത വീഡിയോയുമായി ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് EP വ്ളോഗ്സ് സൈനിങ് ഓഫ്. ബൈ.